മക്കളെ നമ്മൾ ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഒരുപാട് ടൈപ്പ് ഓഫ് അല്ലെ ഒരുപാട് സ്ട്രഗിൾസും കാര്യങ്ങളും കണ്ടു അല്ലെ. ഒരുപാട് ഇംഗ്ലണ്ടിലായിരുന്ന സമയത്ത് അവിടുത്തെ ലേബേഴ്സ് അല്ലെ അൺഎംപ്ലോയ്മെന്റിന്റെ കാര്യങ്ങൾ പറഞ്ഞു. നേരെ മറിച്ച് നമ്മൾ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇന്ത്യയിലുള്ള വീവേഴ്സിന്റെ ഇടയിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് അല്ലെ. സോ ആൻഡ് ഓൾസോ കോളനൈസേഷൻ അല്ലെ, ബ്രിട്ടീഷുകാര് ഇവിടെ പൊളിറ്റിക്കൽ പവർ കൊണ്ടുവന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ചേഞ്ചസും നമ്മൾ കണ്ടു അല്ലെ. ആൻഡ് ഇനി നമ്മൾ നോക്കുന്നത് ഏർലി എന്റർപ്രണേഴ്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. പഠിക്കാം നമുക്കത്. ഓക്കെ, സോ from the late 18th century, the British in India began exporting opium to China and took tea from China to England. അപ്പം ലേറ്റ് 18th സെഞ്ചുറി ആയ സമയത്ത് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്ത്യയിലുള്ള ഒപ്പിയം എന്ന് പറയുന്ന ഒരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു ഡ്രഗ് ആണ് ഒപ്പിയം. ആൻഡ് ആ ഒരു ഒപ്പിയത്തിന് അവര് എങ്ങോട്ടേക്ക് കൊണ്ടുപോയി? ചൈനയിലേക്ക് എക്സ്പോർട്ട് ചെയ്തു. ആൻഡ് അവിടുന്ന് ഇംഗ്ലണ്ടിലേക്ക് ടീ ലീഫും കൊണ്ടുപോയി. അപ്പം ടീ എന്ത് ചെയ്തു? ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. എന്താ ചെയ്തിട്ടുള്ളത്? ബ്രിട്ടീഷ് എന്ത് ചെയ്തു? ഇന്ത്യന്ന് ഒപ്പിയം എന്ത് ചെയ്തു? ചൈനയിൽ കൊണ്ടുപോയി. എന്നിട്ട് ചൈനയിന്ന് ടീ എന്ത് ചെയ്തു? എവിടേക്ക് കൊണ്ടുപോയി? ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, അപ്പൊ ഇന്ത്യയിൽ കുറച്ച് ബ്രിട്ടീഷുകാർ വന്നിട്ട് അവര് ഇന്ത്യയിലുള്ള ഒപ്പിയത്തിനെ കൊണ്ടുപോയിട്ട് ചൈനയെ കൊണ്ടുപോയി. ചൈനയിൽ നിന്ന് അവര് കുറച്ച് ടീനെ എന്ത് ചെയ്തു? അവര് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവന്നു. And many Indians became junior players in this trade, providing finance, procuring supplies and shipping consignments. അപ്പോൾ നമ്മൾ ഇന്ത്യൻസും ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു ഈ ട്രേഡിൻ്റെ അകത്ത്. സപ്ലൈസിലും ഫിനാൻസിലും ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. Having earned through trade, some of these businessmen had visions of developing industrial enterprises in India. അപ്പം ഇതിനകത്തുനിന്ന് ഏൺ ചെയ്തിട്ട് അവർക്ക് ഈ കുറച്ച് ബിസിനസ്മാൻ എന്ത് ചെയ്തു? ഇങ്ങനത്തെ എന്റർപ്രൈസസ് ഒക്കെ ഇന്ത്യയിൽ തുടങ്ങാൻ വേണ്ടിയിട്ട്, ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് ഒക്കെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബിസിനസ്മാന് പ്ലാൻ ചെയ്തു. ഇൻ ബംഗാൾ ഇയാളുടെ പേര് നിങ്ങൾ ഓർത്തു വെക്കണം കേട്ടോ. ദ്വാരകനാഥ് ടാഗോർ മെയ്ഡ് ഹിസ് ഫോർച്യൂൺ ഇൻ ദി ചൈന ട്രേഡ് before he turned to industrial investment, setting up 6 joint stock companies in the 1830s and 1840s. അപ്പം ദ്വാരകനാഥ് ടാഗോർ എന്ന് പറയുന്ന ഒരാള് എന്ത് ചെയ്തു? 6 ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് 1830സിലും 1840സിലും ഉണ്ടാക്കുകയാണ്. Tagore's enterprises sank along with those of others in the wider business crisis of the 1840s, but later in the 19th century, many of the China traders became successful industrialists. അപ്പം late 19th സെഞ്ചുറിയിൽ ചൈന ട്രേഡേഴ്സ് എന്ത് ചെയ്യാൻ തുടങ്ങി? സക്സസ്ഫുൾ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ട് മാറാൻ തുടങ്ങി. Some merchants from Madras trade with Burma, while others had link with the Middle East and East Africa. അപ്പം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ട്രേഡിങ്ങിലും ബിസിനസ്സിലുമുള്ള ഡെവലപ്മെന്റ് ആണ് ഇതിൽ പറയുന്നത് അല്ലെ. Some merchants from Madras trade with Burma, while others had links with the മദ്രാസ് എവിടെയാടാ? ഇന്ത്യയിലല്ലേ? മദ്രാസ് പഴയ പേരാണ് മദ്രാസ് with Burma, while others had links with the Middle East and East Africa. There were yet other commercial groups, but they were not directly involved in external trade. They operated within India. അപ്പം കുറെ ആൾക്കാർ എന്താ അബ്രോഡ് അല്ലെ, ഇന്ത്യക്ക് പുറത്തൊക്കെ ട്രേഡ് ഒക്കെ നടത്തി. കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു? വിത്തിൻ ഇന്ത്യ തന്നെയായിരുന്നു അവരുടെ ഫോക്കസ് എന്ന് പറയുന്നത്. ക്യാരിയിങ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ, ബാങ്കിങ് മണി, ട്രാൻസ്ഫറിങ് ഫണ്ട്സ് ബിറ്റ്വീൻ സിറ്റീസ് ആൻഡ് ഫൈനാൻസിങ് ട്രേഡേഴ്സ്. അപ്പൊ അവരെന്താ ചെയ്തത്? ഇന്ത്യന്റെ ഉള്ളിൽ തന്നെയുള്ള ആൾക്കാർ എന്താ ചെയ്തത് മക്കളെ? ഇന്ത്യന്റെ ഉള്ളിൽ തന്നെയുള്ള ആൾക്കാർ എന്താ ചെയ്തത്? ദേ ഓപ്പറേറ്റഡ് വിത്തിൻ ഇന്ത്യ, ക്യാരിയിങ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. അവര് ഇന്ത്യയിൽ തന്നെ വൺ പ്ലേസ് ടു അനദർ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരിയിങ് ഗുഡ്സ് ചെയ്തു. പിന്നെ എന്താ ചെയ്തത്? ബാങ്കിങ് മണി ചെയ്തു,
ട്രാൻസ്ഫറിങ് ഫണ്ട് ചെയ്തു അല്ലെ. അപ്പം ഫിനാൻസിങ് ട്രേഡേഴ്സിന്റെ ഇടയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്തത്. When opportunities of investment in industries opened up, many of them set up factories. അപ്പം കുറച്ച് ആൾക്കാർക്ക് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയ സമയത്ത് അവര് ഫാക്ടറീസ് ഒക്കെ എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. As colonial control over Indian trade tightened, the space within which Indian merchants could function became increasingly limited. അപ്പം കൊളോണിയൽ പവർ വന്ന സമയത്ത് ആൾക്കാർ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, ഒരു കൊളോണിയൽ പവർ കൊണ്ടുവരാൻ തുടങ്ങിയ സമയത്ത് ഇന്ത്യൻ മെർച്ചൻസിന് അല്ലെ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ട്രേഡ് നടത്തിയിട്ടുണ്ടായിരുന്നു, അവരുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് എന്താവാൻ തുടങ്ങി, ചുരുങ്ങാൻ തുടങ്ങി. അവരുടെ ഏരിയ ലിമിറ്റഡ് ആവാൻ വേണ്ടി തുടങ്ങി. They were bad from trading with Europe in manufactured goods and had to export mostly raw materials and food grains, raw cotton, opium, wheat and indigo required by the British. അപ്പം ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ടുള്ള എന്താ, അവർ യൂറോപ്പിൻ മാനുഫാക്ചർഡ് ഗുഡ്സ് ആൻഡ് ഹാഡ് ടു എക്സ്പോർട്ട് മോസ്റ്റ്ലി യൂറോപ്പിൽ മാനുഫാക്ചർ ചെയ്യേണ്ട റോ മെറ്റീരിയൽസ്, അവർക്ക് വേണ്ട ഗ്രെയിൻസ്, അവർക്ക് വേണ്ട സാധനങ്ങൾ, ഇൻഡിഗോ, ഒപ്പിയം, വീറ്റ്, ഇതൊക്കെയായിരുന്നു അവര് എന്ത് ചെയ്തിട്ടുണ്ടത്, മാനുഫാക്ചർ ചെയ്തത് അല്ലെ, അവര് ബെയർ ചെയ്ത് ട്രേഡ് ചെയ്തത്. They were also gradually edged out of shipping business. പിന്നെ അവര് ഷിപ്പിംഗ് ബിസിനസ് എന്ത് ചെയ്യാൻ തുടങ്ങി, അവര് പുറത്താവാൻ വേണ്ടി തുടങ്ങി. Till the First World War, European managing agencies in fact controlled a large sector of Indian industries. അപ്പം ഇന്ത്യൻ ഇൻഡസ്ട്രീനെ ഫസ്റ്റ് വേൾഡ് വാർ വരെ യൂറോപ്യൻ പവേഴ്സ് വല്ലാണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 of the biggest ones were, നിങ്ങൾ ഓർക്കണം കേട്ടോ, ബേർഡ് ഹൈഗ്ലേഴ്സ് ആൻഡ് കോപ്പറേറ്റീവ്സ്, ആൻഡ്രൂ യൂൾ ആൻഡ് ജാർഡിൻ സ്കിന്നർ ആൻഡ് കോപ്പറേറ്റീവ്സ്. ഈ 3 പേര് നിങ്ങൾ ഓർത്തേക്കണം കേട്ടോ. ബേർഡ് ഹൈഗ്ലേഴ്സ് ആൻഡ് കോപ്പറേറ്റീവ്സ്, ആൻഡ്രൂ യൂൾ ആൻഡ് ജാർഡിൻ സ്കിന്നർ ആൻഡ് കോപ്പറേറ്റീവ്സ്. These agencies, ഈ ഒരു ഏജൻസീസ് ഒക്കെ എന്ത് ചെയ്തു, these agencies mobilized capital, set up joint stock companies and managed them. അവര് സ്റ്റോക്ക് കമ്പനീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതൊക്കെ എന്ത് ചെയ്തു, മാനേജ് ചെയ്തു. In most instances, Indian financiaries provided the capital while the European agencies made all investment and business decision. അപ്പം ഇന്ത്യൻ ഫൈനാൻസ് എന്ത് ചെയ്തു, അവര് ഇതിന്റെ ക്യാപിറ്റൽ ഒക്കെ കൊടുത്തു, പക്ഷേ യൂറോപ്യൻ ഏജൻസീസ് എന്ത് ചെയ്തു, ഇതിന്റെ ബിസിനസ് ഡിസിഷനും കാര്യങ്ങളൊക്കെ ആരാ എടുത്തത്, യൂറോപ്യൻ ഏജൻസീസ് ആണ് എടുത്തത്. The European merchant industrialists had their own chambers of commerce, which Indian businessmen were not allowed to join. അവർക്ക് യൂറോപ്യൻകാര് ഇന്ത്യക്കാരുടെ കോൺട്രിബ്യൂഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവരുടെ ഒരു ചേംബറിൽ ആർക്ക് റോൾ ഉണ്ടായിരുന്നില്ല, ഇന്ത്യൻ ബിസിനസ്മെൻ were not allowed to join. ഇന്ത്യൻ ബിസിനസ്മാൻ എന്തുണ്ടായിരുന്നില്ല, അവരുടെ ഒരു ഇതിനുള്ളിൽ അവർക്ക് എന്തുണ്ടായിരുന്നില്ല, ഇന്ത്യൻ ബിസിനസ്മാന് സീറ്റ് ഉണ്ടായിരുന്നില്ല. ആൻഡ് factories needed workers. With the expansion of factories, this demand increased. അപ്പം ഫാക്ടറി ഉണ്ടെങ്കിൽ, ഫാക്ടറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഫാക്ടറിയിൽ ജോലി ചെയ്യാൻ വർക്കേഴ്സ് വേണം അല്ലേ. അപ്പം ഫാക്ടറി എക്സ്പാൻഡ് ചെയ്ത സമയത്ത് വർക്കേഴ്സിന്റെ എണ്ണവും എന്ത് വേണമെന്നായി, കൂടുതൽ വേണമെന്നായി അല്ലേ. And in 1901, there were 5,84,000 workers in Indian factories അല്ലെ. അപ്പൊ 1901 എത്രയാ, 5 lakh above ആണ് വേണ്ടിയിരുന്ന ലേബേഴ്സിന്റെ എണ്ണം എന്ന് പറയും, വർക്കേഴ്സിന്റെ എണ്ണം. പക്ഷെ 1946 അല്ലെ, 1901 1946 അല്ലെ, ഒരു 40 yearsന്റെ ഒക്കെ അപ്പുറത്ത് എന്തായിട്ട് മാറി, ദ നമ്പർ വാസ് എത്രയായി, 24 lakhs and 36,000 അറൗണ്ട് ആയി അല്ലെ. In most industrial region, workers came from the district around. അപ്പം വർക്കേഴ്സ് വന്നു, peasants and artisans who found no work in the village went to the industrial centers in search of work. അപ്പം നമ്മളെ കേസിലും അതുപോലെ തന്നെ, നമ്മൾ ഇംഗ്ലണ്ടിൽ നേരത്തെ കണ്ടതാണ്, നമ്മുടെ കേസിൽ എന്താണ്, പെസൻസും ആർട്ടിസൻസും ഒക്കെ എന്ത് ചെയ്തു, വർക്കിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, പോവാണ് ഫാക്ടറി വർക്കിനൊക്കെ വേണ്ടിയിട്ട്. Most often, mill workers moved between the village and the city, returning to their village homes during harvest and festivals. അപ്പം ഈ ഹാർവസ്റ്റിന്റെ സമയത്തൊക്കെ അവർ വില്ലേജിൽ തിരിച്ചു വന്നിട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്, അവര് ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് മൂവ് ചെയ്ത് നിൽക്കുകയാണ്. Getting jobs
was always difficult അല്ലെ, even when mills multiplied and the demand for workers increased. അപ്പം ജോബ് മില്ലുകൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ടെങ്കിലും ജോബ് കിട്ടുക എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയായിരുന്നു. നമ്മൾ കണ്ടതാണല്ലേ, അവിടെയും നമ്മൾ കണ്ടതാണ് അൺഎംപ്ലോയ്മെന്റ് കാര്യമായിട്ടുണ്ടായിരുന്നു അല്ലെ. ഫാക്ടറീസിലൊക്കെ റിലേറ്റീവ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഫാക്ടറീസിന്റെ മില്ലിന്റെ ഒക്കെ എണ്ണം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിലും ജോലി എന്ന് പറയുന്ന സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു അല്ലെ. അപ്പം കൺട്രി സൈഡിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, ടൗൺ ഏരിയയിലൊക്കെ പോകുന്നുണ്ട്, വില്ലേജിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. എന്നിട്ടും അവർക്ക് ജോലി കിട്ടണം എന്നുള്ളതെങ്കിൽ ഒരു അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന കാര്യം ഇവിടെയും ഉണ്ടായിരുന്നു അല്ലെ. ജോലി കിട്ടലെന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു. Numbers seeking work were always more than the jobs available. അപ്പം ഒരു 10 ആൾക്കാർക്കുള്ള ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 1000 ആൾക്കാരായിരിക്കും ജോലി തേടുന്നുണ്ടാവുക. ഒരു 10 ആൾക്കാർ വേണ്ട ഒരു പൊസിഷനിലേക്ക് ചിലപ്പോൾ 1000 ആൾക്കാരായിരിക്കും ആവശ്യപ്പെടുന്നുണ്ടാവുക, അപ്ലൈ ചെയ്യുന്നുണ്ടാവുക അല്ലെ. ഇൻഡസ്ട്രിയലിസ്റ്റ് യൂഷ്വലി എംപ്ലോയ്ഡ് എ ജോബർ. അപ്പൊ അവരെന്ത് ചെയ്തു, ജോബർ എന്ന് പറയുന്ന ഒരാൾക്ക് പൊസിഷൻ കൊടുത്തു. ഒരു ജോബ് കൊടുക്കുന്ന ഒരാളാണെന്ത്, ജോബർ. ഓക്കെ, ജോബിന് വേണ്ടിയിട്ട് ആപ്ലിക്കൻസിന് ജോബ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ പോസ്റ്റ് ചെയ്യുന്ന ആളെ പേരാണ് ജോബർ. അപ്പൊ ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ത് ചെയ്തു, ജോബർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വെച്ചു. ജോബറിലുള്ള ആളെന്താ ചെയ്യാം, ജോലി അന്വേഷിച്ച് വരുന്ന ആൾക്കാര്, നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, അവര് അപ്ലൈ ചെയ്യും അല്ലെ. അവര് പോസ്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യും, ജോബർ വെക്കും. ഇൻഡസ്ട്രിയലിസ്റ്റ് എന്ത് ചെയ്യും, ഒരു ജോബർ വെക്കും അല്ലെ. ജോബർ വെച്ച് കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് ഉള്ളത്, ഈ ജോബർ എന്ത് ചെയ്യും, വേക്കൻസി നോക്കിയിട്ട് വേക്കൻസി ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ജോബറെ വേക്കൻസി ഫില്ലിങ് അല്ലെ. വേക്കൻസി ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ജോബറെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പം ഇൻഡസ്ട്രിയലിസ്റ്റ് യൂഷ്വലി എംപ്ലോയ്ഡ് എ ജോബർ ടു ഗെറ്റ് ന്യൂ റിക്രൂട്ട്സ്. വെരി ഓഫൺ ദി ജോബർ വാസ് an old ആൻഡ് ട്രസ്റ്റഡ് വർക്കർ. ഒരു ഓൾഡ് ആയിട്ടുള്ള അദ്ദേഹത്തിന് ഇൻഡസ്ട്രിയലിസ്റ്റിന് നല്ല ഒരു ട്രസ്റ്റ് ഉള്ള ഒരു വർക്കർ ആയിരിക്കും ജോബർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടാവുക. എന്നിട്ടോ he got people from his village, ensured them job, helped them settle in the city and provided them money in times of crisis. അപ്പം ഈ ജോബർ എന്താ ചെയ്ത, ഒരുപാട് കാലം വർക്ക് ചെയ്ത് കുറച്ച് പ്രായമായിട്ടുള്ള ഒരാളായിരിക്കും ജോബർ ആക്കിയിട്ട് വെച്ചിട്ടുണ്ടാവുക. ഈ ജോബർ എന്ത് ചെയ്യും, ജോബറെ നാട്ടിലുള്ള ജോബറെ വില്ലേജിലുള്ള ജോബർക്ക് അറിയുന്ന ആൾക്കാർ അല്ലെ, റിലേറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാർ, ജോബിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്ന ആൾക്കാർ, ജോബിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അല്ലെ. അപ്പൊ അവരെയൊക്കെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ജോബർ എന്ത് ചെയ്യും, ജോബറെ ഡ്യൂട്ടി എന്താ, ജോബറുടെ ഡ്യൂട്ടി വേക്കൻസി ഫില്ല് ചെയ്യാന്നല്ലേ. ആവശ്യത്തിനനുസരിച്ച് ആരെങ്കിലും ജോബ് സീക്കിംഗ് ആയിട്ട് വരുന്ന സമയത്ത് ഇയാളെ അങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ജോബറുടെ ജോലി. അപ്പൊ ജോബർ എന്ത് ചെയ്യും, വേക്കൻസീസ് അവരുടെ വില്ലേജസിലുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സിനൊക്കെ ഓഫർ ചെയ്യും. ഓക്കെ, and the jobber therefore became a person with some authority and power. അപ്പം ജോബർക്കാണ് ജോലി കൊടുക്കാനുള്ള ഒരു പവർ അല്ലേ. നീ ഇവിടെ ജോലി ചെയ്തോളൂ, നീ അപ്പൊ ഒരാൾക്ക് ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾക്ക് നല്ലൊരു ഇൻകം കിട്ടുക എന്നാണ് അല്ലെ. അപ്പൊ അയാൾക്ക് കുറച്ചും കൂടി സേഫ് ആയിട്ട് നല്ല സന്തോഷത്തോടെയൊക്കെ ജീവിക്കാൻ പറ്റും. അപ്പൊ നീ ഇവിടെ ജോലി ചെയ്തോന്ന് ജോബർ പറയുന്നുണ്ടെങ്കിൽ ജോബറിനൊരു പവർ കിട്ടിയ പോലെയായി, കുറച്ച് അതോറിറ്റി ഒക്കെ ജോബർ കാണിക്കല്ലേ. He began demanding money and gift for his favor and controlling the lives of workers. അപ്പം ജോബർ ആദ്യമൊക്കെ ജോബർ ജോലിയൊക്കെ കൊടുത്തു, പിന്നെ ജോബർ ഒരു അധികാരം കാണിച്ചു അല്ലേ. ഞാൻ ജോലി തന്നോണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരണം, എനിക്ക് ഇത്ര പൈസ തരണം എന്നൊക്കെ പറഞ്ഞ് പൈസയും ഗിഫ്റ്റ് ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ജോബർ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി. The number of factory workers increased over time. However, there were a small proportion of the total industrial workforce. അപ്പം എന്താണ് അവിടെ വർക്കേഴ്സിന്റെ, ഫാക്ടറി വർക്കേഴ്സിന്റെ നമ്പർ കൂടാനും തുടങ്ങി. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് പെക്യുലാരിറ്റീസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്. അപ്പൊ നമ്മള് പറഞ്ഞത് ഇന്ത്യയിൽ കുറെ ഫാക്ടറീസ് ഒക്കെ എങ്ങനെയാ വന്നത്, അതിനകത്ത് ആരൊക്കെയായിരുന്നു ഇൻവോൾവ് ആയിട്ടുള്ളത്, ഇതിന്റെ മേജർ ഡിസിഷൻസ് ഒക്കെ ആരാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ ഫാക്ടറി വന്ന സമയത്ത് കുറെ ആൾക്കാർക്ക് ജോലി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ജോലി എല്ലാ ആൾക്കാർക്കൊന്നും ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ജോലി കൊടുക്കാൻ വേണ്ടി ജോബർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വെച്ചു. ജോബർ എന്ത് ചെയ്തു, ജോബർ നാട്ടിലുള്ള കുറച്ച് റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനൊക്കെ ജോലി ഓഫർ ചെയ്തു. ആൻഡ് ഓൾസോ ആ ഒരു ഫേവറിന് പകരമായിട്ട് ജോബർ അവരുടെ അടുത്തുനിന്ന് ഗിഫ്റ്റുകളും മണിയൊക്കെ തരണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കാൻ പോവാണ് ദ പെക്യുലാരിറ്റീസ് ഓഫ് ഇൻഡസ്ട്രിയൽ ഗ്രോത്ത്.
Okay, European managing agencies which dominated industrial production in India were interested in certain kinds of products. They established a tea and coffee plantation, acquiring land at cheap rates from the colonial government, and they invested in mining indigo and jute. Most of these were products required primarily for export trade and not for sale in India. അപ്പം ഇൻഡസ്ട്രീൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂറോപ്യൻ മാനേജിങ് ഏജൻസീസ് എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മുടെ പ്രൊഡക്ഷൻ, ഇന്ത്യൻ പ്രൊഡക്ഷനെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡോമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ യൂറോപ്യൻ മാനേജിങ് ഏജൻസീസ് എന്ത് ചെയ്തു? അവർക്ക് ചില പ്രോഡക്ട്സിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഏതൊക്കെ പ്രോഡക്ട്സാ? ദേ എസ്റ്റാബ്ലിഷ്ഡ് ടീ ആൻഡ് കോഫി പ്ലാന്റേഷൻസ്, അല്ലെ? അവർ കുറഞ്ഞ പൈസയ്ക്ക് അവർ ലാൻഡ് വാങ്ങിയിട്ട് അവിടെ തേയിലയും അല്ലെങ്കിൽ കോഫീൻ്റെ ഒക്കെ പ്ലാന്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദേ ഇൻവെസ്റ്റഡ് ഇൻ മൈനിങ് ഇൻഡിഗോ ആൻഡ് ജൂട്ട്. അപ്പം ഇതൊക്കെ അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ ഇന്ത്യയിൽ വിട്ടിട്ട് ഇന്ത്യക്കാരുടെ അടുത്ത് നിന്ന് പൈസ വാങ്ങിക്കാൻ വേണ്ടിയിട്ടല്ല. അവർ ഈ തേയിലൊക്കെ എന്ത് ചെയ്യും? അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് when Indian businessmen began setting up industries in the late 19th century, they avoided competing with Manchester goods in the Indian market. Since yarn was not an important part of British import into India, the early cotton mills in India produced coarse cotton yarn rather than fabric. When yarn was imported, it was only of the superior variety. The yarn produced in Indian spinning mills was used by handloom weavers in India or exported to ചൈന. അപ്പം ഇന്ത്യയിലെ ബിസിനസ്മാന് ഇൻഡസ്ട്രീസിൽ തുടങ്ങിയ സമയത്ത് അവരെന്ത് ചെയ്തില്ല? ദി അവോയ്ഡഡ് കോമ്പീറ്റിംഗ് വിത്ത് മാഞ്ചസ്റ്റർ ഗുഡ്സ് ഇൻ ദി ഇന്ത്യൻ മാർക്കറ്റ്. അവർ ഇന്ത്യൻ മാർക്കറ്റിൽ എന്ത് പോകുന്നുണ്ട്? മാഞ്ചസ്റ്റർ ഗുഡ്സ് പോകുന്നുണ്ട്. പക്ഷെ അവര് മാഞ്ചസ്റ്റർ ഗുഡ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്യല്ല ചെയ്തത്. യാൺ വാസ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ബ്രിട്ടീഷ് ഇമ്പോർട്ട്സ് ഇൻ ടു ഇന്ത്യ. അപ്പം അവര് യാണാണ് ചൂസ് ചെയ്തത്. യാൺ എന്ന് പറയുന്നത് എന്താണ്? ബ്രിട്ടീഷുകാരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമല്ല, അല്ലെ? സോ when yarn was imported, it was only of the superior variety. The yarn produced in Indian spinning mills was used by handloom weavers in India or exported to China. By the first decade of the 20th century, a series of changes affected the pattern of industrialization. അപ്പം ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഒരു പാറ്റേണിന് കുറച്ച് ചേഞ്ചസ് വരികയാണ്. എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ആസ് ദി സ്വദേശി മൂവ്മെന്റ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സ്വദേശി മൂവ്മെന്റ്. As the Swadeshi movement gathered momentum, nationalists mobilized people to boycott foreign cloth. അപ്പൊ സ്വദേശി മൂവ്മെന്റ് എന്താ പറയുന്നത്? നിങ്ങൾ ഫോറിൻ പ്രോഡക്ട്സ് അല്ല നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, സ്വദേശി, അല്ലേ? സ്വന്തം സ്വദേശത്തുള്ള സാധനങ്ങൾ വേണം നിങ്ങൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള, അല്ലെ, നമ്മളെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് നാഷണലിസ്റ്റ് ഒക്കെ പറയുന്ന ഒരു തിങ്കിങ് പ്രോസസ്സ്, അല്ലെങ്കിൽ ആ ഒരു മൂവ്മെന്റിനാണ് നമ്മൾ സ്വദേശി മൂവ്മെന്റ് എന്ന് പറയുന്നത്. സോ സ്വദേശി മൂവ്മെന്റ് എന്താ പറയുന്നത്? നാഷണലിസ്റ്റ് മൊബിലൈസ് പീപ്പിൾ ടു ബോയ്കോട്ട് ഫോറിൻ ക്ലോത്ത്. അപ്പം നിങ്ങൾ ഫോറിൻ ക്ലോത്ത് മാറ്റാൻ വേണ്ടി പറയാണ്. ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പ്സ് ഓർഗനൈസ് ദംസെൽസ് ടു പ്രൊട്ടക്ട് ദിയർ കളക്റ്റീവ് ഇൻട്രസ്റ്റ്, pressuring the government to increase tariff protection and grant other concession. Industrial groups organize themselves to protect their collective interests, pressuring the government to increase tariff protection and grant other concession. Yet, till the First World War, industrial growth was slow. അപ്പം ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് എന്താവാൻ തുടങ്ങുകയാണ്? സ്ലോ ആവുകയാണ്. ദ വാർ ക്രിയേറ്റഡ് എ ഡ്രമാറ്റിക്കലി ന്യൂ സിറ്റുവേഷൻ. വാർ കഴിഞ്ഞ സമയത്ത് എന്താ സംഭവിച്ചത്? വിത്ത് ബ്രിട്ടീഷ് മിൽസ് ബിസി വിത്ത് ദ വാർ പ്രൊഡക്ഷൻ ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദി ആർമി. വാറുള്ള സമയത്ത് എന്താ വേണ്ടത്? വാറിന് വേണ്ട എക്യുപ്മെന്റ്സ്, അല്ലെ? യുദ്ധം നടക്കുന്ന സമയത്ത് അതിന് വേണ്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരിക്കും കൂടുതലായിട്ടും പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരിക. വിത്ത് ബ്രിട്ടീഷ് മിൽസ്
busy with war production to meet the needs of the army, മാഞ്ചസ്റ്റർ ഇമ്പോർട്ട് ടു ഇന്ത്യ എന്ത് ചെയ്തു? ഡിക്ലൈൻ ചെയ്തു അല്ലെ. അപ്പം അവരവിടെ എന്താ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അവര് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ക്ലോത്തും കാര്യങ്ങളൊന്നും അല്ല അവർ ഇമ്പോർട്ട് ചെയ്യുന്നത്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരെന്താ വാറിന് വേണ്ട സാധനങ്ങളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അവർക്ക് ഇങ്ങോട്ടേക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ഒരു ചിന്തയല്ല ഉണ്ടായിരുന്നത്. അവരെന്ത് ചെയ്തു? അവര് വാറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. സഡൻലി ഇന്ത്യൻ മിൽസ് ഹാഡ് എ വാസ്റ്റ് ഹോം മാർക്കറ്റ് ടു സപ്ലൈ. അപ്പം ഇന്ത്യൻ മിൽസ് എന്ത് ചെയ്യാൻ തുടങ്ങി? അവർക്ക് നല്ലൊരു സപ്ലൈ, ഇന്ത്യക്കാർക്ക് സപ്ലൈ കിട്ടി. ആസ് ദ വാർ പ്രൊലോങ്ഡ് ഇന്ത്യൻ ഫാക്ടറീസ് വെർ കോൾഡ് അപ്പോൺ ടു സപ്ലൈ വാർ നീഡ്സ്. അപ്പം യുദ്ധം പിന്നെയും കണ്ടിന്യൂ ചെയ്യുക. അപ്പം ഇന്ത്യയില് നമ്മൾ പ്രോഡക്ട്സ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല വാറിന്റെ. പക്ഷേ യുദ്ധം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത സമയത്ത് നമ്മൾ എന്തുണ്ടാക്കാൻ വേണ്ടിയിട്ട്, വാറിന് വേണ്ട പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കമ്പൽഡ് ആവുകയാണ്. അപ്പം ജൂട്ട് ബാഗ്സ്, ക്ലോത്ത് ഫോർ ആർമി യൂണിഫോം. അപ്പം ആർമി യൂണിഫോം, അവർക്ക് വേണ്ട ബാഗ്, ടെന്റ്, ലെതർ ബൂട്ട്സ്, ഹോസ്, മ്യൂൾ സാഡിൽസ് ആൻഡ് ഹോസ്റ്റ് ഓഫ് അതർ ഐറ്റംസ്. നമ്മൾ ഇഷ്ടം പോലെ സാധനങ്ങൾ വാറിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ്. New factories were set up and old ones can multiple shift. അപ്പം പുതിയ ഫാക്ടറീസ് ഒക്കെ വരികയാണ്. പിന്നെ ഉണ്ടായിരുന്ന ഫാക്ടറീസ് എന്ത് ചെയ്യാണ്? ഒരുപാട് ജോലി ചെയ്യണം അല്ലെ. വാറിന് വേണ്ടിയിട്ടുള്ള ഇത്രയും പ്രോഡക്ട്സ് എന്ത് ചെയ്യണം? ഉണ്ടാക്കണം. മെനി ന്യൂ വർക്കേഴ്സ് വെയർ എംപ്ലോയ്ഡ് അല്ലെ. പുതിയ വർക്കേഴ്സിനൊക്കെ എംപ്ലോയ് ചെയ്തു. ആൻഡ് എവ്രി വൺ വാസ് മെയ്ഡ് ടു വർക്ക് ലോങ്ങർ അവേഴ്സ്. അപ്പം നോർമലി ഒരാൾ 8 മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യണം? ലോങ് അവേഴ്സ് എന്ത് ചെയ്യണം? ലോങ് വർക്കിംഗ് അവേഴ്സ് അവര് ജോലി ചെയ്യാണ്. ഓവർ ദ വാർ ഇയേഴ്സ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ബൂംഡ്. അപ്പം ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ത് ചെയ്യാണ്? കൂടുകയാണ് അല്ലെ. Okay, after the war, Manchester could never recapture its old position in the Indian market. അപ്പം യുദ്ധത്തിന് പോകേണ്ട സമയത്ത് യുദ്ധത്തിന് വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കി. അതാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്തല്ലേ. അപ്പൊ ഇന്ത്യൻ മാർക്കറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാണ്? കുറെ സാധനങ്ങൾ ഉണ്ടാക്കാണ്. അപ്പൊ യുദ്ധമൊക്കെ കഴിഞ്ഞ സമയത്ത് മാഞ്ചസ്റ്റർക്കാർക്ക് ഇന്ത്യയിലേക്ക് ഒരു പഴയ ഒരു പവറുമായിട്ട് തിരിച്ചു വരാൻ വേണ്ടി പറ്റിയിട്ടില്ല അല്ലെ. അവര് പണ്ടെന്താ ചെയ്തോണ്ടിരുന്നത്? ഇഷ്ടം പോലെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? സെയില് നടക്കുന്നുണ്ടായിരുന്നു. ഇവര് തിരിച്ചു വന്ന സമയത്ത് ഇവർക്ക് ഒരു പൊസിഷൻ കിട്ടാണ്ടായി പോവുകയാണ് ചെയ്യുന്നത്. Unable to modernize and compete with the US, Germany and Japan, the economy of Britain crumbled after the war. അപ്പം ബ്രിട്ടന്റെ എക്കണോമി എന്ത് ചെയ്യാണ്? കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. Cotton production collapsed and exports of cotton cloth from Britain fell dramatically. അപ്പം അവരുടെ എല്ലാ പ്രൊഡക്ഷനും, ബ്രിട്ടന്റെ എക്കണോമി മൊത്തത്തിൽ തകർന്നു പോവാണ്. അവർ കോട്ടൺ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല അല്ലെ. അവരുടെ കോട്ടൺ പ്രൊഡക്ഷൻ ഒക്കെ തകിടം മറിയാണ്. അവർ മൊത്തത്തിൽ എന്ത് ചെയ്യാണ്? തകർന്നു പോയി അല്ലെ. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് പ്രിഡോമിനേറ്റ്. അപ്പൊ നമ്മൾ എന്താ പഠിച്ചത് ഇതുവരെ? ബ്രിട്ടൻ നല്ലൊരു ബിസിനസ് ഒക്കെ ഉണ്ടാക്കി വരികയായിരുന്നു അല്ലെ. ആ സമയത്താണ് എന്ത് വന്നത്? വേൾഡ് വാർ വന്നത് അല്ലെ. വേൾഡ് വാർ വന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ബ്രിട്ടന്റെ ടാർഗറ്റ് മൊത്തം എന്തായി? വേൾഡ് വാറിന് വേണ്ടിയിട്ടുള്ള സപ്ലൈ അല്ലെ. വാറിന്റെ സപ്ലൈസ് ആയിരുന്നു ഫോം ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയം കൊണ്ട് നമ്മൾ ഇന്ത്യൻ ഫാക്ടറീസിന്റെ എണ്ണവും കൂടി നമ്മളും പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കി. തിരിച്ച് വാറൊക്കെ കഴിഞ്ഞ് ബ്രിട്ടൻകാര് വീണ്ടും നമ്മളെ മാർക്കറ്റ് നോക്കിയ സമയത്ത് അവർക്ക് ഒരു പഴയൊരു പവറുമായിട്ട് നമ്മളെ മാർക്കറ്റിലേക്ക് വരാൻ വേണ്ടി പറ്റിയില്ല. അവര് മൊത്തം ബ്രിട്ടന്റെ എക്കണോമി എന്തായി പോയിട്ടുണ്ടായിരുന്നു? തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, so now we are going to learn small scale industries predominate. Okay, while factory industries grow steadily after the war, large industries formed only a small segment of the economy. Most of them, about 67% in 1911, were located in Bengal and Bombay. അപ്പം ബംഗാളും ബോംബെ ലൊക്കേറ്റ് ചെയ്തിട്ട് അല്ലെ. മോസ്റ്റ് പാർട്ട് 67% എന്തായിരുന്നു? ബംഗാളും ബോംബെയും ആയിരുന്നു ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓവർ ദി റെസ്റ്റ് ഓഫ് ദി കൺട്രി സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ കണ്ടിന്യൂ ടു പ്രിഡോമിനേറ്റ്. അപ്പം ബാക്കി കൺട്രീന്റെ പാർട്ടിലൊക്കെ എന്തായിരുന്നു? സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. Only a small proportion of the total industrial labor force worked in registered factories. അപ്പം small portion of the total industrial labor force worked in registered factories. അപ്പൊ കുറഞ്ഞ പോപ്പുലേഷൻ മാത്രമേ രജിസ്റ്റേർഡ് ഫാക്ടറീസിൽ ജോലി ചെയ്തിട്ടുള്ളൂ. 5% in
1911 and 10% in 1931. The rest worked in small workshop and household units. ബാക്കി ആൾക്കാരൊക്കെ എന്താണ് കുറഞ്ഞ പെർസെൻറ്റേജ് ആണ് അല്ലെ 5%, 10%. ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്തു ഹൗസ് ഹോൾഡ് യൂണിറ്റിലാണ് വർക്ക് ചെയ്തത്. അപ്പൊ അവര് സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ, വലിയൊരു സെറ്റപ്പിലുള്ള പ്രൊഡക്ഷൻ അല്ല, ചെറിയ ചെറിയ കുഞ്ഞി സ്കെയിൽ പ്രൊഡക്ഷൻ അല്ലെ, സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ. In fact, in some instances, handicrafts production actually expanded in the 20th century. അപ്പോൾ handcraft ഒക്കെ എന്താണ് 20th centuryയിലാണ് വരുന്നത്. This is true even in the case of handloom sector. അപ്പം handloom sector, handcraft sector ഒക്കെ ഡെവലപ്ഡ് ആവുന്നത് 20th centuryയിലാണ്. സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ അല്ലെ, ചെറിയ ചെറിയ പ്രൊഡക്ഷൻസ് ഫാക്ടറീസിൻ്റെ അങ്ങനെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കുറവാണ്. While cheap machine-made thread wiped out the spinning industry in the 19th century, weavers survived അല്ലെ. അപ്പം സ്പിന്നിങ് ഇൻഡസ്ട്രിയിലുള്ള എന്ത് ചെയ്തു മെഷീൻ മെയ്ഡ് ആയിട്ടുള്ള ചീപ്പ് ആയിട്ടുള്ള സാധനം വൈപ്പ് ഔട്ട് ആയിപ്പോയി അല്ലെ. ആൻഡ് ദ വീവേഴ്സ് സർവൈവ് ചെയ്ത് വന്നു ഡെസ്പൈറ്റ് പ്രോബ്ലംസ്. അപ്പൊ വീവേഴ്സ് വീണ്ടും എന്ത് ചെയ്യാണ് ഇതൊക്കെ പോയതിനു ശേഷം വീവേഴ്സ് വീണ്ടും എന്താണ് വീവേഴ്സ് ഇഷ്ടം പോലെ പ്രയാസത്തിലായിരുന്നു അല്ലെ, ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. ഫസ്റ്റ് യൂറോപ്യൻകാരെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ഫാക്ടറി വന്നു, അപ്പോഴും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ ആയിട്ട് മാറിയ സമയത്ത് അവർ വീണ്ടും സർവൈവ് ചെയ്തിട്ട് വന്നു. In the 20th century, handloom cloth production expanded steadily. അപ്പൊ 20th century ആയ സമയത്ത് ഹാൻഡ്ലൂം പ്രൊഡക്ഷൻ പിന്നെ എന്താവാണ് കൂടുകയാണ് അല്ലേ. ബ്രിട്ടന്റെ എക്കണോമി മൊത്തം പോയ സമയത്ത് നമുക്ക് ഇങ്ങനത്തെ ചേഞ്ചസ് ആണ് നമുക്ക് വന്നിട്ടുള്ളത്. ഓൾമോസ്റ്റ് ട്രബിളിംഗ് ബിറ്റ്വീൻ 1900 and 1940 അല്ലേ. This was partly because of technological changes. ചില കാര്യങ്ങൾ എന്താണ് ടെക്നോളജിക്കൽ ചേഞ്ചസ് കാരണം സംഭവിച്ചതാണ്. എന്തൊക്കെ handicrafts people adopt new technology if that helps them improve production without excessively pushing up costs. So by the second decade of the 20th century, we find weavers using looms with a fly shuttle. This increased productivity per worker, speeded up production and reduced the labor demand. അപ്പം ഫ്ലൈ ഷട്ടിൽ വന്ന സമയത്ത് ലേബർ ഡിമാൻഡ് ഒക്കെ കുറയാണ്, പ്രൊഡക്ഷൻ ഒക്കെ കൂടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? സോ ടെക്നോളജിക്കൽ ചേഞ്ചസ് വന്നതിന് ശേഷം ഹാൻഡിക്രാഫ്റ്റ്സ് പീപ്പിൾ അഡോപ്റ്റ് ന്യൂ ടെക്നോളജി if that helps them improve production without excessively pushing up costs. അപ്പോൾ അത് അവരുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ മക്കളെ? By 1941, over 35% of handlooms in India were fitted with fly shuttles. അപ്പോൾ ഫ്ലൈ ഷട്ടിൽസ് വന്നതിന് ശേഷം in regions like Travancore, Madras, Mysore, Cochin, Bengal, the proportion was 70 to 80%. 70 to 80% ആണ് ഇത്രയും സ്ഥലത്ത് അല്ലെ. ഏതൊക്കെ സ്ഥലത്താ? ട്രാവൻകൂർ, മദ്രാസ്, മൈസൂർ, കൊച്ചിൻ, ബംഗാൾ. There were several other small innovations that helped weavers improve their productivity and compete with the mill sector. അപ്പം വീവേഴ്സിന്റെ ഒരു സർവൈവൽ ആണ് നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെ. എല്ലാം പോയെടുത്തുന്ന വ്യൂവേഴ്സ് വീണ്ടും എന്താണ് പച്ചപിടിച്ച് വരികയാണ് അല്ലെ. അവര് കുറച്ചായിട്ട് എന്ത് ചെയ്യാണ് അവരുടെ പ്രോഡക്റ്റ് ഇംപ്രൂവ് ചെയ്തിട്ട് വരികയാണ് അല്ലെ. Certain groups of weavers were in a better position than others to survive the competition with the mill industries അല്ലെ. കുറച്ച് ആൾക്കാര് ബെറ്റർ പൊസിഷനിലായിരുന്നു. Amongst weavers, some produced coarse cloth while others wore finer varieties. അപ്പം വീവേഴ്സ് തന്നെ കോഴ്സ് വെറൈറ്റിയും ഫൈൻ വെറൈറ്റിയും പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു. കോഴ്സർ ക്ലോത്ത് വാസ് ബോട്ട് ബൈ ദി പുവർ ആൻഡ് ദ ഡിമാൻഡ് ഫ്ലക്ച്വേറ്റഡ് വയലന്റ്ലി. അപ്പൊ കോഴ്സ് വെറൈറ്റിയും ഉണ്ടായിരുന്നു, ഫൈൻ വെറൈറ്റീസും ഉണ്ടായിരുന്നു അല്ലെ. വീവിങ് ചെയ്തതിൻ്റെ അകത്ത് കോഴ്സ് വെറൈറ്റിയും ഉണ്ടായിരുന്നു, ഫൈൻ വെറൈറ്റീസും ഉണ്ടായിരുന്നു. ആൻഡ്
അത് ആരായിരുന്നു? പുവർ ആയിട്ടുള്ള പീപ്പിൾ എന്തായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? പുവർ ആയിട്ടുള്ള ആൾക്കാര് കൗസർ ക്ലോത്ത് വാസ് ബോട്ട് ബൈ ദി പുവർ ആൻഡ് ഇറ്റ്സ് ഡിമാൻഡ് ഫ്ലക്ച്വേറ്റഡ് വയലന്റ്ലി. ഇൻ ടൈംസ് ഓഫ് ബാഡ് ഹാർവെസ്റ്റ് ആണെന്നുണ്ടെങ്കിലും when the rural poor and little to eat and their cash income disappeared, they could not possibly buy cloth. അല്ലേ? അപ്പം ആ ഫൈനർ വെറൈറ്റീസും എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്? ഒരു ഫ്ലക്ച്വേഷൻ ആണ് വരുന്നത് അല്ലെ? അപ്പം കോഴ്സ് ആയിട്ടുള്ള വെറൈറ്റിയും പ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ടായിരുന്നു, പുവർ ആയിട്ടുള്ള വെറൈറ്റിയും ഫൈൻ ആയിട്ടുള്ള വെറൈറ്റീസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു അല്ലെ? റിച്ച് കുഡ് ബൈ ദീസ് ഈവൻ വെൻ ദ പുവർസ്റ്റ്. അപ്പം പൈസ ഇല്ലാത്ത സമയത്ത് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വാങ്ങാൻ വേണ്ടി പറ്റില്ല. പക്ഷെ പൈസ ഉള്ള ആൾക്കാർക്ക് അതൊരു വിഷയമുള്ള കാര്യമല്ല, അവര് പൈസ ഉണ്ടെങ്കിൽ വാങ്ങിക്കില്ലേ? ഫാമിൻസ് ഡിഡ് നോട്ട് അഫക്ട് ദ സെയിൽ ഓഫ് ബനാറസ് ഓർ ബാലുചാരി sarees. Moreover, mills could not imitate specialized weaves. Sarees with woven borders or the famous lungis and handkerchiefs of Madras could not be easily displaced by mill production. അപ്പം വീവേഴ്സിന്റെ പ്രോഡക്ട്സ് ഒക്കെ എന്ത് ചെയ്യാണ്? നന്നായിട്ട് വരികയാണ് അല്ലെ? സാരീസ് ഉണ്ട്, ലുങ്കീസ് ഉണ്ട് അല്ലെ, ഹാൻഡ് കർച്ചീസ് ഉണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യാണ്? മില്ല് പ്രൊഡക്ഷനേക്കാളും കൂടുതൽ വീവേഴ്സിന്റെ പ്രോഡക്ട്സ് തന്നെയാണ് യൂസ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും. Weavers and other craftspeople who continued to expand production through the 20th century did not necessarily prosper. They lived hard lives and worked long hours. അപ്പോൾ അവർക്ക് സർവൈവ് ചെയ്തു വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അവര് ലോങ് അവേഴ്സ് ഒക്കെ എന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യാണ് അല്ലെ? Very often the entire household, including all the women and children, had to work at various stages of the production process. അപ്പം നമ്മൾ കണ്ടതാണ് വീവേഴ്സിന് എന്താണ് ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരും എന്ത് ചെയ്യണം? ഇൻവോൾവ് ചെയ്യണം അല്ലെ? ലോങ് അവേഴ്സ് അവരെന്ത് ചെയ്യാണ്? വർക്ക് ചെയ്യാണ്. But they were not simply remnants of pastimes in the age of factories. Their life and labor was integral to the process of industrialization. അപ്പം ഇൻഡസ്ട്രിയലൈസേഷനിൽ അവരുടെ ലൈഫും ലേബറും എന്തായിരുന്നു? ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കണ്ടതാണ് വീവേഴ്സ് എന്തൊക്കെ സ്റ്റേജസിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് അല്ലേ? ഓക്കെ അല്ലേ? വീവേഴ്സിന്റെ മൊത്തം ഫാമിലി ആണ് ഇതിൽ ഇൻവോൾവ് ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പൊ നമ്മൾ വീവേഴ്സിനെ കണ്ടു അല്ല, ഇൻഡസ്ട്രിയലൈസേഷൻ കണ്ടു, ഇന്ത്യയിൽ വന്നിട്ടുള്ള ചേഞ്ചസ് അല്ലെ, മാർക്കറ്റിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വേൾഡ് വാറിന് അപ്പുറവും ഇപ്പുറവും നടന്നിട്ടുള്ളതെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി അല്ലെ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് മാർക്കറ്റിംഗിന്റെ സ്ട്രാറ്റജി അല്ലെ. മാർക്കറ്റ് ഫോർ ഗുഡ്സ്, എങ്ങനെയാണ് മാർക്കറ്റിംഗ് ഉണ്ടാക്കി വരുന്നത് എന്നല്ലേ. ഓക്കെ, when new products are produced, people have to persuaded to buy them. One way in which new consumers are created is through advertisement. നിങ്ങൾക്ക് അറിയാം അല്ലേ, നിങ്ങൾ എത്ര അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടുണ്ട് അല്ലെ? ടി വി തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ അഡ്വർടൈസ്മെന്റ് കാണാൻ പറ്റും. നിങ്ങൾക്ക് അറിയാം അല്ലെ, ഒരു പ്രോഡക്റ്റ്, ഒരു സാധനം, ഇപ്പൊ കോൾഗേറ്റ് ആയിക്കോട്ടെ, ചന്ദ്രിക, ലക്സ്, അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് അറിയാം, ഹോർലിക്സിന്റെ പരസ്യം ഉണ്ട് അല്ലെ. അപ്പം എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ത്? അഡ്വർടൈസ്മെന്റ് അല്ലെ. നിങ്ങൾക്ക് ടി വിയിൽ കാണുന്ന അഡ്വർടൈസ്മെന്റ്, ഇനി നിങ്ങൾ യൂട്യൂബിൽ എന്തെങ്കിലും കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനകത്തുണ്ട് അഡ്വർടൈസ്മെന്റ് അല്ലെ. ഇഷ്ടംപോലെ പ്രോഡക്ട്സ് ഇൻസ്റ്റഗ്രാമിലൂടെ നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇഷ്ടംപോലെ അഡ്വർടൈസ്മെന്റ്. നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ റോഡിലല്ലേ പല സ്ഥലങ്ങളിൽ ഒരുപാട് ബോർഡുകൾ കാണാം അല്ലെ, ജയലക്ഷ്മി സിൽക്സ് അല്ലെങ്കിൽ ഇഷ്ടംപോലെ കല്യാൺ ജ്വല്ലേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ അഡ്വർടൈസ്മെന്റ് കാണാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കും ഇന്നൊരു ഷോപ്പ് അവിടെ തുടങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു പ്രോഡക്റ്റ് അവര് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദേ അപ്പിയർ ഇൻ ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻ, ഹോർഡിങ്സ്, സ്ട്രീറ്റ് വാൾസ്, ടെലിവിഷൻ സ്ക്രീൻസ് അല്ലെ. ഇവിടെയൊക്കെ നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുക്കും. When Manchester Industries began selling clothes in India, they put labels on the ക്ലോത്ത് ബണ്ടിൽസ്. അപ്പം മാഞ്ചസ്റ്റർ ഇൻഡസ്ട്രീസ് കൊണ്ടുവന്ന സമയത്ത് അവരെന്ത് ചെയ്യും? ക്ലോത്തിന്റെ ബണ്ടിൽസിൽ എന്ത് ചെയ്യും? ലേബലൊക്കെ വെക്കാൻ തുടങ്ങി. The label was needed to make the
place of manufacture and the name of the company familiar to the buyer. അപ്പൊ എന്തിനാ അവര് ലേബൽ വെക്കുന്നത്? ഇതാരാ ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ പേരെന്താവാൻ വേണ്ടിയിട്ട്? നമ്മള് നിങ്ങൾക്കറിയാം അല്ലെ, ആലൻസോളി ഒക്കെ ആകുന്ന അവരെന്തിനു വേണ്ടിയിട്ട് അവരുടെ ലേബൽ വെക്കുന്നത്? അവരുടെ ബ്രാൻഡിന്റെ നെയിം എന്തിനാ വെക്കുന്നത്? ആൾക്കാർക്ക് ഫെമിലിയർ ആവാൻ വേണ്ടി അല്ലെ. ഫാസ്റ്റ് ട്രാക്ക് എന്നൊക്കെ പറയുമ്പം, അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ വിവോ ഉണ്ട്, ഓപ്പോ ഉണ്ട് അല്ലെ, നിങ്ങൾക്കറിയാം ഐഫോൺ ഉണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാ? ആൾക്കാർക്ക് അവരുടെ ഒരു പേര് ഓർക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അവരെപ്പോഴും ആ പേര് ഓർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ആ പ്രോഡക്റ്റിന്റെ മുകളിൽ അവരുടെ കമ്പനി നെയിം ഒക്കെ അവര് അടിച്ചിട്ട് വെക്കും, അവരുടെ സ്ഥലത്തിന്റെ പേരൊക്കെ അവര് അടിച്ചിട്ട് വെക്കും. മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ പറയുന്നില്ലേ, മെയ്ഡ് ഇൻ ചൈന അല്ലേ. അപ്പം നമ്മൾ എന്താണ്, അത് ആരാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് ആൾക്കാർക്ക് ഒരു അഡ്വർടൈസ്മെന്റ് പോലെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ദ ലേബൽ വാസ് ഓൾസോ ടു മാർക്ക് ഓഫ് ക്വാളിറ്റി. അപ്പൊ നമ്മള് ചില സാധനങ്ങളല്ലേ, മാക്സിന്റെ പ്രോഡക്റ്റ്, അപ്പൊ ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ലേബല് യൂസ് ചെയ്യുന്നുണ്ട്. When buyers saw made in Manchester written in bold on the label, they were expected to feel confident about buying a cloth. അപ്പം മെയ്ഡ് ഇൻ മാഞ്ചസ്റ്റർ എന്ന് കാണുമ്പോൾ അവർക്ക് വാങ്ങിക്കാൻ എന്തുണ്ടാവും, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. But labels did not only carry words and text. They also carried images and were very often beautifully illustrated. അപ്പൊ ചില സമയത്ത് ഈ മെയ്ഡ് ഇൻ മാഞ്ചസ്റ്റർ എന്ന് മാത്രമല്ല, ചിലപ്പോൾ നല്ലൊരു ഇമേജസ് അല്ലെ. നമ്മളിപ്പോൾ ആണെങ്കിലും നമ്മൾക്ക് എംപ്ലംസ് ഒക്കെ ഉണ്ടാവും അല്ലെ, അലൻസോളിന്റെ ഒക്കെ എംപ്ലംസ് ഇല്ലേടാ. അപ്പൊ അങ്ങനെ എന്തുണ്ടാവും, ഐഫോണിന്റെ ഒക്കെ എംപ്ലം നിങ്ങൾക്ക് അറിയില്ലേ, അപ്പം ഇമേജസ് ആയിട്ടും അവര് വെക്കുന്നുണ്ടാവുമായിരിക്കും. ഇമേജസ് ഓഫ് ഇന്ത്യൻ ഗോഡ്സ് ആൻഡ് ഗോഡസസ് regularly appeared on these labels. അപ്പം ഇന്ത്യൻ ഗോഡിന്റെ ഒക്കെ ഇമേജ് വെക്കുന്നതുകൊണ്ട് എന്താ ബെനിഫിറ്റ് ഉള്ളത്, എന്താ അഡ്വാൻറ്റേജ് ഉള്ളത്? ചില നല്ല ഭക്തിയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ദൈവത്തിന്റെ ആണ് അല്ലെ, ദൈവത്തിന്റെ ആണ്, അത്രയും ദൈവത്തിന്റെ ഒരു നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ നമ്മൾ ഇത് വാങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മള് ദൈവത്തിനെ അപമാനിക്കുന്ന പോലെയെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോ. അപ്പം എന്ത് ചെയ്യും, നമ്മള് അത് വാങ്ങിക്കും അല്ലെ. അപ്പൊ ദൈവത്തിന്റെ ആണെന്ന് കണ്ടിട്ട് നമ്മളത് വാങ്ങിക്കും. സോ അങ്ങനത്തെ കുറച്ച് ട്രിക്ക് ഒക്കെ എന്ത് ചെയ്ത് അവര് അഡ്വർടൈസ്മെന്റിൽ യൂസ് ചെയ്തു അല്ലെ. ഇറ്റ് വാസ് ആസ് ഇഫ് ദ അസോസിയേഷൻ വിത്ത് ഗോഡ്സ് ഗേവ് ഡിവൈൻ അപ്രൂവൽ അല്ലെ, ഡിവൈൻ ആയിട്ട് തോന്നിയിട്ട് ദ ഗുഡ്സ് ബീയിങ് സോൾഡ്. ദ ഇംപ്രിന്റഡ് ഇമേജ് ഓഫ് കൃഷ്ണ ഓർ സരസ്വതി വാസ് ഓൾസോ ഇന്റൻഡഡ് ടു മേക്ക് ദ മാനുഫാക്ചർ ഫ്രം എ ഫോറിൻ ലാൻഡ് അപ്പിയർ സംവോട്ട് ഫെമിലിയർ ടു ഇന്ത്യൻ പീപ്പിൾ. അപ്പം ഇന്ത്യൻ പീപ്പിളിന് കുറച്ചും കൂടി ഫെമിലിയർ ആക്കുകയാണ് അല്ലെ. By the late 19th century, manufacturers were printing calendars to popularize their product. അപ്പം എന്തിനായിരിക്കും മക്കളെ കലണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത്? കലണ്ടേഴ്സ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പോഴും കണ്ടിട്ടുണ്ടാവും അല്ലെ. കലണ്ടേഴ്സിൽ ഓരോ ആൾക്കാർ ഇപ്പോൾ ജ്വല്ലറീസ് ഒക്കെ കലണ്ടർ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ കുറേ ഗോൾഡ് അല്ലെ, അവരുടെ പുതിയ മോഡൽസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അവരതിനകത്ത് ഇംപ്രിന്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പം കലണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ഒരു വർഷം മുഴുവൻ കാണുന്ന സാധനമാണ്. അപ്പൊ കലണ്ടറിലൊക്കെ എന്ത് ചെയ്യും, അവര് അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കും. They were hung in tea shop and in poor people's homes just as much as in offices and middle class apartments. അപ്പം പുവർ ആയിട്ടുള്ള ആൾക്കാരായിക്കോട്ടെ, ചിലപ്പോൾ ചായക്കടയിലായിരിക്കും അല്ലെ, കോഫി ഷോപ്പിലായിരിക്കും, അല്ലെങ്കിൽ നല്ല ഓഫീസിലൊക്കെ ആണെങ്കിലും ഈ കലണ്ടേഴ്സ് ഇല്ലാത്ത സ്ഥലമില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, കലണ്ടർ വഴി അവർ അഡ്വർടൈസ്മെന്റ് കൊടുക്കാൻ തുടങ്ങി. And those who hung the calendars had to see the advertisement day after day through the year. അപ്പം അഡ്വർടൈസ്മെന്റ് അവര് ഡേ ആഫ്റ്റർ ഇയർ കണ്ടോണ്ടിരിക്കുകയാണ്. And these calendars, once again we see the figures of gods being used to sell new product. അപ്പം കലണ്ടറിൽ അവരെന്ത് ചെയ്യും, ഗോഡിന്റെ ഒക്കെ ഫിഗർ വെക്കും. അപ്പൊ നമ്മള് വീണ്ടും എന്ത് ചെയ്യും, കുറച്ചും കൂടി അട്രാക്റ്റഡ് ആയി പോകും. The message very often seem to say, if you respect the royal figure, then respect this product. അവരെന്താ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈ റോയൽ ഫിഗർ, ഈ ഗോഡിന്റെ ഫിഗർ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രോഡക്റ്റ് നിങ്ങൾ റെസ്പെക്ട് ചെയ്യൂ എന്നുള്ളൊരു ചിന്ത വരും. When the product was being used by kings or produced under royal command, its quality could not be questioned. അപ്പം ഇങ്ങനത്തെ കാര്യത്തിലൊന്നും നിങ്ങൾ ഈ ക്വാളിറ്റിനെ എന്ത് ചെയ്യാൻ പാടില്ല, ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പാടില്ല. നല്ല ഹൈ ക്വാളിറ്റി സാധനമാണ്, നമ്മളിങ്ങനെ ഗോഡിന്റെ ഒക്കെ പിക്ചർ വെച്ചതാണ്, നിങ്ങൾ ഇതിന്റെ ക്വാളിറ്റിയിലൊന്നും നിങ്ങൾ ഡൗട്ട് അടിക്കരുത് എന്നൊക്കെ ഉള്ളൊരു ഇമേജ് ആണ് അതിൽ തരുന്നത്. When Indian manufacturers advertised, the nationalist message was clear and loud. If you care for the nation, അപ്പൊ നമ്മളാണെങ്കിൽ ഇത് മാഞ്ചസ്റ്ററിന്റെ എന്താണ്
ഒരു സ്ട്രാറ്റജിയാണ്. നമ്മളാണെങ്കിൽ നിങ്ങൾ ഇന്ത്യയെ മാനിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് യു കെയർ ഫോർ ദ നാഷൻ, നിങ്ങൾ നാഷനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ദെൻ ബൈ പ്രോഡക്ട്സ് ദാറ്റ് ഇന്ത്യൻസ് പ്രൊഡ്യൂസ്. അപ്പൊ നിങ്ങൾ ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്ന പ്രോഡക്ട്സ് യൂസ് ചെയ്യും. അഡ്വർടൈസ്മെന്റ്സ് ബിക്കം എ വെഹിക്കിൾ ഓഫ് നാഷണലിസ്റ്റ് മെസ്സേജ് ഓഫ് സ്വദേശി. അപ്പൊ സ്വദേശി പ്രസ്ഥാനത്തിലും എന്താണ്, ഇത് തന്നെയാണ് അല്ലെ, നിങ്ങൾ ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിൽ ഇന്ത്യന്റെ പ്രോഡക്റ്റ്, നമ്മൾ ഇന്ത്യക്കാരാണ്, സ്വദേശി മൂവ്മെന്റില് ഇന്ത്യ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഡക്ട്സ് മാത്രം യൂസ് ചെയ്യുക അല്ലെ. അങ്ങനെ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ ഇവിടെയും കണ്ടിട്ടുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ്, നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ. അപ്പൊ ഇതിനകത്ത് സിമ്പിൾ ആയിട്ടുള്ളതാണ് ഇൻഡസ്ട്രിയലൈസേഷൻ, ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന. അതിനകത്ത് നമ്മൾ ഇംഗ്ലണ്ടിലെ കാര്യം കണ്ടു, ഇന്ത്യയിലെ കാര്യം കണ്ടു. അപ്പൊ ഇംഗ്ലണ്ടും കണ്ടു, ഇന്ത്യയും കണ്ടു അല്ലെ. ഏജ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇംഗ്ലണ്ടിൽ എങ്ങനെയായിരുന്നു, അത് പുവർ പീപ്പിളിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നത്, അൺഎംപ്ലോയ്മെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ വീവേഴ്സിനെ കണ്ടു അല്ലെ. വീവേഴ്സിന്റെ ക്രൈസിസ് അല്ലെ, വീവേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ലേ. വീവേഴ്സിലാണ് നമ്മുടെ ഫാക്ടറീസ് ആണ് എപ്പോഴും ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ കണ്ടന്റ്സ് ഒക്കെ നന്നായിട്ട്, ക്ലാസ് നന്നായിട്ട് കേട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ചാപ്റ്റർ കുറച്ച് ലെങ്തി ആണ്, നല്ല രസമാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നിങ്ങൾ മസ്റ്റായിട്ടും നന്നായിട്ട് വൃത്തിക്ക് എന്ത് ചെയ്യുക, ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.